മണിക്കൂറിൽ നമ്മൾ കേൾക്കുവാനിരിക്കുന്ന വിഷയം ആഴിയുടെ അഗാധതയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് എന്നുള്ള വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു ചിന്തയാണ് പരിശുദ്ധ പിതാവായിരുന്ന ബെനഡിക്റ്റ് 16 പാപ്പ 2010 ഇറക്കിയ ഓബും ഡോമിനി എന്ന അപ്പസ്തോല ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യ മക്കളുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അവനെ രക്ഷയിലേക്കും പ്രകാശത്തിലേക്കും നയിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. സമുദ്രജലത്തെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടി, ആഴികളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അത് തലമുറകളോളം നിലനിൽക്കുന്നു എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മനുഷ്യ മക്കളുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ്. അവനെ രക്ഷയിലേക്കും പ്രകാശത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് നമ്മൾ അനുഭവിച്ചറിയുകയാണ്. രക്ഷയുടെ ആനന്ദം ഏറ്റുവാങ്ങിക്കൊണ്ട് രക്ഷയുടെ വാഗ്ദാനം അരുളി ചെയ്ത ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനായിട്ട് ജനങ്ങളോടൊപ്പം ആയിരുന്ന സഫാനിയ പ്രവാചകൻ ആവേശഭരിതനായി പറയുന്നൊരു വാക്യമുണ്ട്. സഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുവചനം ഇപ്രകാരം പറയുകയാണ്: നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന നിന്റെ യോദ്ധാവ് നിനക്ക് മധ്യയുണ്ട്. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനന്തത എത്രമാത്രമാണ് ഉള്ളത് എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഇപ്രകാരം പറയുകയാണ്: മനുഷ്യ മക്കളുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയാണ്. മനുഷ്യ മക്കളുടെ നിലവിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ മുമ്പിലേക്ക് ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഇതിലൂടെ സഭ ഉണരണം, രാജ്യം ഉണരണം, ലോകം ഉണരണം, സമൂഹം ഉണരണം, ഞാൻ ഉണരണം, എൻ്റെ കുടുംബങ്ങൾ. സാത്താൻ്റെ എല്ലാ കോട്ടകളും തകരുവാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. മനുഷ്യ മക്കളെ രക്ഷയുടെ ആനന്ദത്തിലേക്ക് നയിക്കുവാൻ വീണ്ടും പരിശുദ്ധ പിതാവ് പറയുകയാണ്: എൻ്റെ രക്ഷകനായ ദൈവം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ഓരോ മകനും മകളും ആത്മാവിൽ ആനന്ദിച്ച് സുവിശേഷ വചനത്തിൻ്റെ വക്താക്കളായിട്ട് മാറണമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതത്തിലെ ഓരോ സ്പന്ദനത്തിലും രക്ഷയുടെ അനുഭവം സ്വന്തമാക്കി ദൈവത്തിൻ്റെ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ട ഒരു മകനായിട്ട് ഒരു മകളായിട്ട് മാറണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയുടെ യാമം അനുഗ്രഹത്തിൻ്റെ യാമമാക്കി ഞാൻ മാറ്റണം. നമുക്കറിയാം, ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പഴയ നിയമത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മോശ വഴി ഈജിപ്തിൻ്റെ അടിമതെന്ന് ഇസ്രായേൽ മക്കളെ നയിച്ചു എങ്കിൽ, ദാവീദ് വഴി ഗോലിയാത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ദൈവമായ കർത്താവ് രക്ഷിച്ചു എങ്കിൽ, എലിയ വഴി സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇസ്രായേൽ മക്കളെ വിശദീകരിച്ചുവെങ്കിൽ, നെഹമ്യ പ്രവാചകൻ വഴി ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടു എങ്കിൽ, ദൈവത്തിലുള്ള ആഴമാർന്ന വിശ്വാസവും ആത്മധൈര്യവും കൊണ്ട് ഒരു ദേശത്തെ മുഴുവനും ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഏകാകിയും വിധേയവുമായ യൂദത്തിന് സാധിച്ചുവെങ്കിൽ, പേർഷ്യൻ രാജാവായിരുന്ന അഹസ്വേരോസ് ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ആരാരും തുണയില്ലാത്ത ഏകയായ എസ്തർ വഴി ജെറുസലേം മനുഷ്യ മക്കളെ ദൈവമായ കർത്താവ് രക്ഷയുടെ ആനന്ദത്തിലേക്ക് നയിച്ചുവെങ്കിൽ, ദാനിയേൽ പ്രവാചകൻ വഴി ഒരു ദേശത്തിൻ്റെ തിന്മ കർത്താവ് ഒഴിവാക്കിയെങ്കിൽ, ഞാനും നിങ്ങളും വഴി
എൻ്റെ സമൂഹം ഉണരണം. സമൂഹത്തിലെ എല്ലാ തിന്മകളും ഒഴിവാക്കുവാൻ വേണ്ടി ഒരു സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു ഉപകരണമായി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചു. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ദൈവസ്നേഹം ഏറ്റുവാങ്ങി യൂദിത്ത് പറയുന്നുണ്ട്. യൂദിത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 11-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവിന്റെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല, മറിച്ച് അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവിടുന്ന് അവസരെ താങ്ങുന്നവനും നിരാലംബരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം യൂദത്തിന്റെ പുസ്തകത്തിലൂടെ 9-ാം അധ്യായം 11-ാം തിരുവചനത്തിലൂടെ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: ദൈവത്തിന്റെ പ്രതാപം ശക്തന്മാരിലൂടെയോ അല്ലെങ്കിൽ അവിടുത്തെ സംഖ്യ, അവിടുത്തെ വലിയ കാരുണ്യം സംഖ്യയെ അനുസരിച്ചുകൊണ്ടോ അല്ല, അവിടുന്ന് ആശയറ്റവരെ താങ്ങും തണലുമായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിരാലംബർക്ക് ആശ്വാസമായി, അത്താണിയായിട്ട്, സഹായ ഹസ്തവുമായിട്ട് കടന്നു വരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്നാണ് യൂദത്തിന്റെ പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് മുമ്പിൽ വിളിച്ചോതുന്നത്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ അനന്തമായ സ്നേഹമെന്ന് പറയുന്നത്. മനുഷ്യ മക്കളുടെ നിലവിളിക്കുമ്പോൾ അവൻ്റെ എല്ലാ വളർച്ചാ മുഖങ്ങളിലെല്ലാം അവന് താങ്ങും തണലുമാണെന്നാണ് യൂദിത്ത് നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തെ നോക്കിയവരെയും ദൈവം നോക്കിയവരെയും ദൈവത്തോടു കൂടെ യാത്ര ചെയ്തവരെയും ദൈവത്താൽ യാത്ര ചെയ്യപ്പെട്ടവരെയും 4 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബൈബിളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തെ നോക്കിയവരും ദൈവം നോക്കിയവരും ദൈവത്തോടു കൂടി യാത്ര ചെയ്തവരെയും ദൈവത്താൽ യാത്ര ചെയ്തവരെയും. അതുകൊണ്ടാണ് 113-ാം സങ്കീർത്തനം 8-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് അഗതിയെ ചാരക്കൂരയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അവരെ ദൈവത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഉയർത്തുന്നു എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദരിദ്രന്റെ കഷ്ടപ്പാടിലേക്ക് കടന്നു വന്നുകൊണ്ട് അവനെ പൊടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് അഗതികളെ ചാരക്കൂരയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഉയർത്തുന്ന ഒരു ദൈവമാണ്. നീ ദരിദ്രനോ, നീ പാവപ്പെട്ടവനോ, നീ ദുർബലനോ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവമായ കർത്താവിന്റെ മകനും മകളുമാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്കാണ് ദൈവത്തിന്റെ തിരുവചനം നമുക്ക് മുമ്പിൽ വിളിച്ചോന്ന്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ സാഹചര്യത്തിലേക്കും കടന്നു വന്ന് നമ്മെ കൈപിടിച്ചിരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: നഷ്ടപ്പെട്ടതിനെ അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവന്നുകൊണ്ട് മുറിവേറ്റതിനെ വെച്ചുകെട്ടി നീതിപൂർവ്വം അവയെ തീറ്റിപ്പൊറ്റുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളതെന്ന്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ദൈവത്തെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നഷ്ടപ്പെട്ടു പോയ മനുഷ്യ മക്കളെ തേടിയിറങ്ങുന്ന ഒരു സ്വർഗ്ഗത്തിലെ വേട്ടപ്പെട്ടിയായിട്ടാണ് ദൈവമായ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വഴിതെറ്റി പോയതിനെ മുറിവേറ്റതിനെ മാറോട് അടച്ചുകൊണ്ട് ദൈവമായ കർത്താവ് അവനെ കരം ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യനെ തേടിയിറങ്ങുന്ന അവനോടൊപ്പം വസിക്കുന്ന ഒരു കർത്താവാണ് വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഐസയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ 10, 11, 12 തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അത് ഭൂമിയെ നനച്ച് ഫലപുഷ്ടി അനുഭവിക്കുന്നു. അത് സസ്യം മുളപ്പിച്ച് ഫലവും വിത്തും പ്രദാനം ചെയ്യുന്നു, ആഹാരം പ്രദാനം ചെയ്യുന്നു, അത് അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം. നമ്മൾ ദൈവം വചനത്തിൻ്റെ യോഗ്യതയാൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കലവറയായിട്ട് ദൈവമായ കർത്താവ് നിനക്ക് മുമ്പിൽ തുറന്നിടുമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ഒരുപക്ഷെ കർത്താവിൽ വാത്സല്യമുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, മനുഷ്യ മക്കളുടെ വാക്കുകൾക്ക് തെറ്റ് സംഭവിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നിത്യവും സത്യവും സനാതനവുമായിട്ടുള്ള മനുഷ്യ മക്കളുടെ വഴികാട്ടിയായി, പാഥേയമായി, പുതുച്ചോറയായിട്ട് ദൈവമായ കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി തന്നതാണ്.
ഈ ദൈവവചനത്തിൻ്റെ യോഗ്യതയാ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രയാസങ്ങളും നമ്പരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. ഇതുപോലെ ദൈവവചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ മഴയും മഞ്ഞും ആകാശത്ത് കടന്നു വന്ന് അത് ഭൂമിയെ നനയിപ്പിച്ച് ഫലങ്ങൾ ചൂടുന്നത് പോലെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നീ ദൈവവചനത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആഴമാർന്ന അനുതാപത്തിലൂടെ കടന്നു വന്ന് ഫലം ചൂടണമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ഇതുപോലെ മനുഷ്യമക്കളുടെ നിലവിളിക്ക് മുമ്പിൽ ദൈവത്തിന് നിശബ്ദത പാലിക്കാൻ പറ്റുകയില്ല. വിളിച്ചാൽ വിളി കേൾക്കുന്ന, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, തിന്മയ്ക്ക് മേൽ നന്മ കാണുന്ന, പാപത്തിനുമേ കൃപ ചൊരിയുന്ന ഒരു ദൈവമായ കർത്താവ് നിനക്ക് മുമ്പിൽ ഉണ്ട് എന്ന് നീ ബോധ്യമാക്കണം, നീ വിശ്വസിക്കണം. കാരണം ദൈവമായ കർത്താവ് നിനക്ക് താങ്ങും തണലുമാകുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഏത് കുഴിയിൽ നിന്നും ഏത് സാഹചര്യത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം നിനക്കുണ്ട് എന്ന് ഉറപ്പ് തരികയാണ് ദൈവത്തിൻ്റെ വചനം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 38-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടന്നിരുന്ന ദാനിയേൽ പ്രവാചകന് ഹബക്കൂക്ക് പ്രവാചകൻ വഴി ദൈവമായ കർത്താവ് അപ്പവും കറിയും എത്തിച്ചു കൊടുക്കുകയാണ്, ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, അങ്ങ് ഈ ദാസനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട്, സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ദാനിയേൽ പ്രവാചകനെ ദൈവമായ കർത്താവ് ഒരു ദൂതനെ പോലെ ഹബക്കൂക്ക് പ്രവാചകനെ അയച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അപ്പവും കറിയും എത്തിച്ചു കൊടുത്തു. ദൂതന്മാരുടെ വലിയ സംരക്ഷണ കൊട്ടകെട്ടി. ഇതുപോലെ ദൈവവചനത്തിന് ജീവിതം സമർപ്പിച്ച ഒരു മകനെയും ഒരു മകളെയും ഒരു ശത്രുവിൻ്റെ ആക്രമണത്തെയും തടഞ്ഞു നിർത്തുവാൻ പറ്റില്ല എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നിന്റെ ദൈവം നിന്നെ ഓർമ്മിക്കും, നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നിന്നെ അനാഥയായിട്ട് ഇടില്ല എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. വചനത്തിൻ്റെ യോഗ്യതയെ നമ്മൾ വിശ്വസിക്കണം. നിന്റെ ഏത് സാഹചര്യത്തിലും കടന്നു വന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവം നിനക്കുണ്ട്. നമുക്കറിയാം, വീണ്ടും നമുക്ക് പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കും, ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16-ാം പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: നിന്റെ ശരീരവും നിന്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എങ്കിലും നിന്റെ ദൈവമായ കർത്താവാണ് നിന്റെ ബലം, അവിടുന്ന് മാത്രമാണ് നിന്റെ ഓഹരി. കാരണം ശത്രുപാളയത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം എന്ന് നീ പറയട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, സഭയും സഭയുടെ പ്രബോധനങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ച, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ദൈവമായ കർത്താവാണ് നിന്റെ ഓഹരി എന്ന് നീ വിശ്വസിക്കണം. നീ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായിരുന്നാലും നിന്റെ ദൈവമായ കർത്താവാണ് നിന്റെ ബലം, നിന്റെ ഓഹരി, നിന്റെ അഭയകേന്ദ്രം. നീ വിശ്വസിക്കണം. ഒരിക്കലും നമ്മെ കൈവിടാത്ത, കുറ്റം വിധിക്കാത്ത, മുറിപ്പെടുത്താത്ത ദൈവസ്നേഹത്തിൻ്റെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് നീ കടന്നു ചെന്നുകൊണ്ട് നീ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഏറ്റുവാങ്ങണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കഠിനമായ വേദനയുടെയും ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കടബാധ്യതയുടെയും ജോലിഭാരത്തിൻ്റെയും രോഗത്താൽ കേഴുന്ന ഒരു മകനാണോ മകളാണോ? തിരുവചനം പറയുകയാണ്, ഐസയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാൽ നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിച്ചു കൊണ്ടിരിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ പിമ്പോട്ടോ തിരിയുമ്പോഴും മകനെ മകളെ ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, നീ ഇടത്തോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവമായ കർത്താവ് സംരക്ഷണ കോട്ടകെട്ടി നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലയം ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നീ കഷ്ടപ്പാടോ, നീ വേദനയോ, നീ രോഗമോ, നീ കടബാധ്യതയോ, ജോലി ഭാരത്താൽ നീ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മകനാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിനക്ക് മുമ്പിൽ വിളിച്ചോതുകയാണ്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നീ കഷ്ടപ്പാടിൻ്റെയും രോഗത്തിൻ്റെയും മേഖലയിൽ കഴിയുമ്പോൾ
ജോബ് പ്രാർത്ഥിച്ചതുപോലെ, ദാവീദ് പറഞ്ഞതുപോലെ നീയും പ്രാർത്ഥിക്കണം, നീയും പറയണം. ദാവീദ് പറഞ്ഞു, എൻ്റെ കഷ്ടതയിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളി എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാവീദ് പറഞ്ഞു, എൻ്റെ കഷ്ടതയിൽ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളി എന്ന്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഓർക്കണം, നമ്മൾ പലപ്പോഴും കഷ്ടപ്പാടുകളും വേദനകളും കടന്നു വരുമ്പോൾ ദൈവത്തെയും മനുഷ്യ മക്കളെയും കൂടപ്പിറപ്പുകളെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നവരാണ്, വിധിക്കുന്നവരാണ്. ദൈവമായ കർത്താവ് പറയണം, നീ നോക്കേണ്ടവനെ നോക്കണം, നീ അന്വേഷിക്കേണ്ടവനെ അന്വേഷിക്കണം, നീ മുട്ടുന്ന വാതിലുകളിലേക്ക്, നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലിലേക്ക് നീ കടന്നു വന്ന് മുട്ടണമെന്ന്. ജോബ് രോഗത്തിൻ്റെ കിടക്കയിൽ നിന്ന് ജോബ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ജോബ് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ നഗ്നനായി കടന്നു വന്നു, നഗ്നനായി തന്നെ ഞാൻ തിരിച്ചു വരും, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. എന്നിട്ട് വീണ്ടും രോഗക്കിടക്കയിൽ വെച്ച് ജോബ് പറയുകയാണ്, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രോഗത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പലതരത്തിലുള്ള രോഗപീഡയാൽ കടക്കുന്ന മനുഷ്യമക്കൾ വേദനയോടെ ദൈവത്തെയും മനുഷ്യമക്കളെയും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ആധുനിക തലമുറയിലേക്കാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ജോബ് പറഞ്ഞതുപോലെ, എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം പീഡനങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ കടന്നു വന്നാലും എൻ്റെ ചർമ്മത്തിൽ എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ കണ്ടുകൊണ്ട് എൻ്റെ ശരീരത്തിൽ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കാറ്റും കോളും തിരമാലകളും കടന്നു വരുമ്പോൾ നീ വിശ്വസിക്കണം, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്. മറ്റൊന്നും നീ ചിന്തിക്കേണ്ട. നീ കുടുംബ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? കർത്താവ് പറയുകയാണ്, ഐസയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം, നിന്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്, ആ സമാധാനത്തിൻ്റെ തികവിലേക്ക് ദൈവം നിന്നെ ആനയിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്രയോ കുടുംബങ്ങളാണ്, വ്യക്തി ജീവിതങ്ങളാണ് സമാധാനമില്ലാതെ ലോകം തരുന്ന സുഖത്തിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് വിലക്കുകൾ വിലയ്ക്ക് വാങ്ങി ആധുനിക തലമുറ മുന്നേറുകയാണ്. ഈ വിലക്കുകൾക്ക് മുമ്പിൽ അരുത് എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നീ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കാൻ നിനക്ക് പറ്റുകയുള്ളൂ. ഈ വിലക്കുകൾ വിലയ്ക്ക് വാങ്ങി ആധുനിക തലമുറ മുന്നേറുമ്പോൾ, ഹൃദയ സമാധാനമില്ലാതെ, കുടുംബ സമാധാനമില്ലാതെ നെട്ടോട്ടം പായുമ്പോൾ നീ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വന്ന് നീ വിശ്വസിക്കണം. വചനം പറയുന്നു, നിന്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ഈ സമാധാനത്തിലേക്കാണ് ദൈവമായ കർത്താവ് നിന്നെ ആനയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒത്തിരിയേറെ കടബാധ്യതകളും കഷ്ടപ്പാടുകളും രോഗപീഡനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നീ വചനത്തിൻ്റെ യോഗ്യത നീ പറയണം. വീണ്ടും പ്രവാചകന്റെ ശബ്ദത്തോടെ ദൈവമായ കർത്താവ് ഐസയ്യാ പ്രവാചകനെ വിളിച്ചോതുന്ന ഒരു വചനമുണ്ട്. ഐസയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം. നീ കടബാധയിൽ കഷ്ടപ്പെടുന്ന ഒരു മകനാണെങ്കിൽ നീ വിശ്വസിക്കണം, ദൈവവചനത്തിൽ അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റ് ശക്തി ദുർഗവും കൊടുംവായിലെ തണുപ്പുമാണെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം വചനത്തിന്റെ യോഗ്യതയാ നീ പ്രാർത്ഥിക്കണമെന്നാണ് തിരുവചനം പ്രവാചകനിലൂടെ നമ്മോട് അരുളി ചെയ്യുന്നത്. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടപ്പാടുകളിൽ അവന് ഉറപ്പുള്ള ശക്തിയും കൊടുങ്കാറ്റിലെ ശക്തി ദുർഗവും കൊടുംവയിലെ തണുപ്പുമാണെന്നാണ്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നീ ആയിരുന്നാലും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ ശക്തിയാണ്, കോട്ടയാണ്, അഭയ കേന്ദ്രമാണ്. കൊടും വെയിലിൽ തണുപ്പായിട്ട് കടന്നു വരും. നീ വിശ്വസിക്കണം, വചനത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് നീ ഏറ്റുപറയണം. നീ കഠിനമായ ദുഃഖത്തിൻ്റെയും വേദനയുടെയും നെടുവീർപ്പിൻ്റെയും വിലാപത്തിൻ്റെയും കൂടെ നടുവിലാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം വീണ്ടും വീണ്ടും നമുക്ക് മുമ്പിൽ വിളിച്ചോതുകയാണ്. ബാറൂക്ക് പ്രവാചന പുസ്തകം 5-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്, ജെറുസലേം, നീ ദുഃഖത്തിനെയും പീഡനത്തിനെയും വസ്ത്രം മാറ്റി ദൈവം നിനക്ക് തരുന്ന മഹത്വത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ വസ്ത്രം അണിയുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നിരാശ, കുറ്റബോധം, വേദന, നമ്പരം, മുറിവും മുറിപ്പാടുകൾ, അപകർഷതാബോധം, നിന്ദനങ്ങൾ, എല്ലാ അവമാനങ്ങളും ഏറ്റ് ജീവിക്കുമ്പോഴും
നമ്മൾ പലതരത്തിലുള്ള ശാരീരിക പീഡനയാ കഷ്ടപ്പെടുമ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, മകനെ മകളെ, നീ ദുഃഖത്തിൻ്റെയും വേദനയുടെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവം തരുന്ന മഹത്വത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ വസ്ത്രം അണിയുവാനെന്ന്. നീ ദൈവത്തിലേക്ക് കടന്നു വരണം. ദൈവം നിനക്ക് ഹൃദയ സമാധാനം തന്ന് നിന്നെ ആനന്ദത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കുമെന്നാണ് തിരുവചനം നമുക്ക് പറയുന്നത്. നീ ദുഃഖത്തിലേക്കും പീഡനത്തിലേക്കും നോക്കിയിരിക്കാതെ നിന്നെ ശക്തിപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന കർത്താവിനെ നീ തിരിച്ചറിയണം. വീണ്ടും നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ നിന്റെ മാതാപിതാക്കന്മാരോ നിന്റെ മക്കളോ ഏതെങ്കിലും തരത്തിലെ കഷ്ടപ്പാടോ ജോലി ഭാരത്താലോ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തിരുവചനം പറയുകയാണ്, ഐസയ്യാ പ്രവാചന പുസ്തകം 59-ാം അധ്യായത്തിൽ, രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഓർക്കണം, രക്ഷിക്കുന്ന ആ കരത്തിൻ കീഴിലേക്ക്, കേൾക്കുവാൻ കഴിയുന്ന ആ കാതുകളിലേക്ക് നിന്റെ ജീവിതത്തെ മുഴുവനും നീ തുറന്നു കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ടും കടന്നു വന്ന ദൈവമായ കർത്താവ് നിനക്ക് മുമ്പിലുണ്ട്. നീ തകർക്കപ്പെട്ടവനാണോ, നീ തകർച്ചയിൽ വീണുപോയവനാണോ, നീ വഴിതെറ്റിപ്പോയവനാണോ, ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് നിന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി നിന്ദിച്ച് അവമാനിച്ച് മാറ്റി നിർത്തപ്പെട്ടവനാ, എന്തുമായിക്കോട്ടെ, നിന്നെ തേടിയിറങ്ങുന്ന, നിന്നെ മാറോടണയ്ക്കുന്ന, നിന്നെ കാണിക്കുന്ന, നിന്നെ കാണുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ അറിവിൻ്റെ അനുഭവത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കുന്ന ദൈവം നിനക്കുണ്ട്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്, അവിടുന്ന് അവനെ മരുഭൂമിയുടെ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായിട്ട് സൂക്ഷിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അവനെ മരുഭൂമി ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായിട്ട് സൂക്ഷിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് നമ്മൾ ധ്യാനിക്കണം. നീ ഏത് അവസ്ഥയിലായിരുന്നാലും നിന്റെ ദൈവം, ഒരുപക്ഷെ മരുഭൂമി അനുഭവം, ശൂന്യത ഓരിയിടുന്ന മണലാരണ്യങ്ങൾ, എന്തു വന്നാലും നിന്നെ തേടിയിറങ്ങുന്ന, നിന്നെ വാരിപ്പുണരുന്ന, നിന്നെ പരിചരിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ദൈവം നിനക്ക് മുമ്പിൽ. നീ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. ക്രൂശിതനും ഉദ്ധിതനുമായ ക്രിസ്തുവിൽ തൻ്റെ അളവില്ലാത്ത സ്നേഹം വെളിപ്പെടുത്തിയ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർ, അവർ ഏത് പ്രായത്തിലുള്ളവരായാലും ദൈവം അവരെ നിരന്തരം പരിപാലിക്കും. വീണ്ടും യെശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം കോട്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ വീണ തളരുകയുമില്ല, ഓടിയ ക്ഷീണിക്കുകയുമില്ല എന്ന്. നീ ദുർബലനോ ദരിദ്രനോ എന്തുമായിക്കോട്ടെ, നീ ദൈവത്തിൽ ആശ്രയിക്കുക. നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കഴുകന്മാരെ പോലെ എത്രമാത്രം നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഉയർത്താൻ പറ്റുമോ അത്രമാത്രം നിന്നെ ഉയർത്തും. നീ ഓടിയ തളരുകയില്ല, നടന്ന ക്ഷീണിക്കുമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മനുഷ്യ കരങ്ങളിൽ ആശ്രയം വയ്ക്കാതെ ദൈവ കരങ്ങളിൽ ആശ്രയം വയ്ക്കുമ്പോൾ മാത്രമേ രക്ഷയുടെ ആനന്ദം നമുക്ക് ഏറ്റുവാങ്ങാൻ പറ്റുകയുള്ളൂ. വീണ്ടും രക്ഷയുടെ ആനന്ദത്തിലേക്ക് മനുഷ്യമക്കളെ നയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന നിന്റെ യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്, തൻ്റെ സ്നേഹത്താൽ അവിടുന്ന് നിന്നെ പരിപാലിക്കുമെന്ന്. പ്രിയപ്പെട്ടവർ, തീർച്ചയാണ് നമുക്ക് വിജയം നൽകുന്ന നമ്മുടെ വീരയോദ്ധാവായ ദൈവത്തിൽ നീ ആശ്രയിക്കണം. ഇസ്രായേൽ മക്കളെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് മോസസിനെ തിരഞ്ഞെടുത്തു. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നെ മോചിപ്പിച്ച അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ കർത്താവ് നിനക്ക് മധ്യേ ഉണ്ട് എന്ന് നീ വിശ്വസിക്കണം. തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് എല്ലാ അടിമത്തിൽ നിന്നും ആസക്തികളിൽ നിന്നും എല്ലാ പീഡനങ്ങളിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും നിന്നെ രക്ഷിച്ച് നിന്നെ പരിപാലിക്കും. നമുക്കറിയാം, സ്നേഹസ്വരൂപനായ ദൈവം രൂപരഹിതമായിരുന്ന ഭൂമിക്ക് രൂപവും ജീവനവും സൗന്ദര്യവും നൽകി സൃഷ്ടികൾ ഓരോന്നും നല്ലതെന്ന് അവിടുന്ന് കണ്ടു. സൃഷ്ടിയുടെ മകുടമായിട്ട് അവിടുന്ന് മനുഷ്യമക്കളെ വാർത്തെടുത്തു. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമായിരുന്നു അവർക്ക്. 15 സ്വനത്തിലും അഗ്നിയിലും മഞ്ഞയിലും മേഘത്തിലും സീനായ് പ്രമാണങ്ങളിലും ദൈവത്തെ അവൻ ശബ്ദമായി അരൂപിയായ സ്നേഹമായ ഭക്ഷണമായി തിരിച്ചറിഞ്ഞു. പക്ഷേ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ മനുഷ്യമക്കൾ കടന്നുപോയപ്പോൾ അവർ ദൈവത്തെ വിട്ടകന്നു.
തൻ്റെ ജനം തന്നെ വിട്ടകന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവമായ കർത്താവ് മനുഷ്യ മക്കളെ തേടി ഇറങ്ങിക്കൊണ്ട് തൻ്റെ ഓമൽകുമാരനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ഇരുളിലും മരണത്തിന് നിഴലിലും കഴിഞ്ഞുകൂടിയ മനുഷ്യ മക്കൾക്ക് ഉദയ സൂര്യനായി സമാധാനമായി പ്രകാശമായി തൻ്റെ മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തൻ്റെ ഓമൽകുമാരനെ കർത്താവ് അയക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 18-ാം തിരുവചനം 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, ആർക്കും പൂട്ടാനാവാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ് നിനക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്ന യേശുനാഥൻ എന്ന്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആർക്കും പൂട്ടാനാവാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ് നിനക്ക് മുമ്പിൽ യേശുനാഥൻ എന്ന്. ഈ യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ജീവിതവും പാഴായി പോവുകയില്ല എന്നാണ് തിരുവചനം പറയുന്നത്. ആരെല്ലാം കർത്താവിനോട് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം ദൈവാനുഭവം, രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കും, കാനായിലെ കുടുംബത്തിലാണ് യേശു ആദ്യമായിട്ട് പ്രവർത്തിച്ച അത്ഭുതം. ആ കുടുംബം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടിയിട്ട് അവരുടെ ഹൃദയമാകുന്ന കുടുംബമാകുന്ന വാതിൽ തുറന്നു. അമ്മ അവരുടെ കുടുംബത്തിൻ്റെ വാതിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ കുറവുകൾ മനസ്സിലാക്കി ആ പരിമിതികൾ അമ്മ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ആ ഭവനത്തിലേക്ക് ഈശോയും പരിശുദ്ധ അമ്മയും കടന്നു ചെന്ന് ആ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ പരിഹരിച്ചു. നീ നിന്റെ കുടുംബത്തിന്, നിന്റെ ഹൃദയത്തിൻ്റെ, നിന്റെ സമൂഹത്തിന്, നിന്റെ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ വാതിൽ നീ തുറന്നു കൊടുക്കുമ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ ഓമൽകുമാരനെ സ്വർഗത്തിൽ നിന്ന് മണ്ണിലേക്ക് അയച്ചുകൊണ്ട് നിന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കും എന്നാണ് ഈ തിരുവചനം നമ്മെ ബോധ്യമാക്കുന്നത്. വീണ്ടും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സക്കേവൂസിന്റെ ഹൃദയ വാതിലിൽ വന്ന് മുട്ടിക്കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് സക്കേവൂസിന്റെ കുടുംബത്തെയുമാണ് കർത്താവ് നയിക്കുന്നത്. വീണ്ടും ലാസറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ലാസറിന്റെ ജീവിതത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഉദ്ധാരവും നിത്യജീവന്റെ വഴികളും ലാസറിന് മുമ്പിൽ കർത്താവ് തുറന്നു കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, പാപിയും ചുങ്കക്കാരനുമായ മത്തായിയുടെ വാതിൽ, ഹൃദയമാകുന്ന വാതിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവമായ കർത്താവ് പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്, ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും ഈശോ നിന്നെ രക്ഷിക്കുമെന്നും. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കും, പത്രോസിന്റെ കുടുംബത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഉയർച്ചയുടെയും വളർച്ചയുടെയും പടവുകൾ കാണിച്ചു കൊടുക്കുകയാണ്. വീണ്ടും സമറിയക്കാരിയുടെ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മകളെ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്ന ഒരു രക്ഷകനായ ഈശോ, ഒരു സ്ത്രീയുടെ രക്ഷയെ പ്രതിയിട്ടാണ് ഈശോ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ ആനന്ദം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാം. ഒരു മനുഷ്യ വ്യക്തിയായിട്ട്, ഒരു ദൈവത്തിൻ്റെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ കാവൽക്കാരനായിട്ട് നമുക്ക് മാറാം. അതിനുള്ള വലിയ കൃപയും സ്വർഗീയ സാന്നിധ്യവും ദൈവമായ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിൻ്റെ കരണം നമുക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം.